ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായ സ്നേഹമുള്ളവരെ, ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഏതാനും കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അവരെ നമ്മൾ പറയുന്നത് ദൈവം ഓർത്തവർ, ദൈവം അനുസ്മരിച്ചവർ എന്നാണ്. നമുക്കറിയാലോ, മംഗളവാർത്ത കാലത്ത് നമ്മൾ ആദ്യ ഞായറാഴ്ച ഓർക്കുന്നൊരു കുടുംബമാണ് സക്രിയാസിൻ്റെയും എലിസബത്തിൻ്റെയും കുടുംബം. അവർ നല്ല കുടുംബമായിരുന്നു, നല്ല വ്യക്തികളായിരുന്നു. പക്ഷേ അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു വിഷമം അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം മക്കളില്ലാത്ത സക്രിയായ്ക്കും ഏലീശുവായ്ക്കും സൽവാർത്തയുമായി ദൈവദൂതൻ കടന്നു വന്നതിനെക്കുറിച്ചാണ് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ സക്രിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം അനുസ്മരിച്ചു എന്നുള്ളതാണ്. ദ ലോർഡ് റിമംബേർഡ് മീ, റിമംബേർഡ്, ഓർത്തു, ദൈവം ഓർത്തു എന്നാണ് സക്രിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഏലീശ്വ എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവമാണ് സൗഭാഗ്യം. ഈ ലോക കാര്യങ്ങളിലല്ല, മറിച്ച് ദൈവമായിരിക്കണം നമ്മുടെ സൗഭാഗ്യമെന്ന്, ഗാഡ് ഈസ് മൈ ഫോർച്യൂൺ എന്ന് തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഏലീശ്വ എന്ന വാക്കിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവം ഓർത്തു, അനുസ്മരിച്ചു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് എല്ലാവരും എന്നെ ഓർത്തിരിക്കണം, എന്നെ ഓർക്കണം, എന്നെ പറ്റി മറ്റുള്ളവരോട് പറയണം, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയുള്ളവരാകണം. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് മാനുഷികമായിട്ട് അതിന് തെറ്റ് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പക്ഷെ ഒരു പക്ഷേ തന്നെ ഓർക്കുമെന്ന് സംസാരിക്കുന്നവർ നമ്മെ ഓർക്കണമെന്നില്ല നമുക്ക്. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചും അങ്ങനെയുള്ള വിഷമാവസ്ഥയിലായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ പ്രധാനപ്പെട്ട വലിയൊരു വെല്ലുവിളിയിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ താരത്തിൽ പറയുകയാണെങ്കിൽ രോഗം വരുന്നു, നമുക്ക് അസുഖങ്ങൾ വരുന്നു. അതുവരെ നമ്മുടെ സ്വന്തമായി നടന്നിരുന്നവർ, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവർ, നമ്മളെ വിളിച്ചിരുന്നവർ, സന്ദർശിച്ചിരുന്നവർ പലപ്പോഴും നമുക്ക് നമ്മളൊരു വിഷമാവസ്ഥയിലായിരിക്കുമ്പോൾ, ഉദാഹരണത്തിന് രോഗമായിരിക്കാം, പട്ടിണിയായിരിക്കാം, ദാരിദ്ര്യമായിരിക്കാം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ കടബാധ്യതയായിരിക്കാം. അവരൊക്കെ ചിലപ്പോൾ മുമ്പ് നമ്മൾ ഓർത്തവർ അല്ലെങ്കിൽ നമ്മളെ സന്ദർശിച്ചവരൊക്കെ, നമ്മളെ സാധിക്കുന്ന രീതിയിൽ സഹായിച്ചിരുന്നവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ട് കാണാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ വിഷമസന്ധിയിലായിരിക്കുമ്പോൾ നമ്മളെ ഓർക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാധിക്കുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാർത്ഥതയുള്ളവരെന്ന് പറയാനായിട്ട് സാധിക്കുക. ഈ അടുത്ത കാലത്ത് ഞാൻ ഓർക്കുകയാണ്, വലിയ ബിസിനസ്സൊക്കെ നടത്തി നല്ല ലെവലിൽ പോയിരുന്നവരാണ്. പക്ഷേ കമ്പനി പൊളിഞ്ഞ് പാളീസായി, കടബാധിതയായി, ഇരിക്കുന്ന വീട് പോലും വിൽക്കേണ്ടി വന്നു കടം തീർക്കാൻ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയുള്ള ചേച്ചിയെ കണ്ടപ്പോൾ ചേച്ചി മക്കളോട് കൂടി എന്നെ കാണാൻ വന്ന അവസരത്തിൽ പറയാണ്, പിതാവേ, ഞങ്ങൾ കാശിക്കുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ സംഭാവനകളൊക്കെ നന്നായിട്ട് കൊടുത്തിരുന്ന അവസരത്തിലൊക്കെ ഞങ്ങളെ ഓർക്കാനും ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾ വിളിക്കുമ്പോൾ വരാനും ഞങ്ങൾ ക്ഷണിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഈ സാഹചര്യത്തിലായിപ്പോൾ കടബാധ്യത വന്ന് താമസിക്കുന്ന വീട് പോലും വിൽക്കേണ്ട ഗതികേട് വന്ന് അങ്ങനെ വിറ്റ് കടം തീർത്തപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ആരും വരാനില്ല, വിളിക്കുന്നവരൊക്കെ വളരെ വിരളമാണ്. അതുപോലെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങളെ ആർക്കും വേണ്ടാത്ത സാഹചര്യമായി. ഇതാണ് ആ ചേച്ചി പറഞ്ഞത്, ആ ചേച്ചി മക്കളെന്നോട് പറഞ്ഞത്. ഇത് നമ്മുടെ മാനുഷികമായിട്ടുള്ള സാധാരണഗതിയിലുള്ള നമ്മുടെ അനുഭവമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, കാണുമ്പോൾ ചിരിക്കുന്നതല്ല, കാണാതിരിക്കുമ്പോൾ ഓർക്കുന്നതാണ് സ്നേഹം. വലിയ അർത്ഥമാണത്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല. പക്ഷേ ആൾക്ക് അങ്ങനെ തോന്നിയ ആളെ ഓട്ടോറിക്ഷയിൽ എഴുതി വെച്ചിരിക്കുക, കാണുമ്പോൾ ചിരിക്കുന്നതല്ല, കാണാതിരിക്കുമ്പോൾ ഓർക്കുന്നതാണ് സ്നേഹം. എത്ര അർത്ഥപൂർണ്ണമായിട്ടുള്ളൊരു കാര്യം അത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. കാണുമ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് പേര് നമ്മൾ കാണുമ്പോൾ ചിരിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ കാണാത്ത സമയത്ത് നമ്മൾ ഓർക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ നമ്മുടെ കാര്യം നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് സാധിക്കുന്ന രീതിയിൽ സഹായം ചെയ്യുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ആത്മാർത്ഥതയുണ്ടെന്ന് വിചാരിച്ചിരുന്നവരൊക്കെ താളം തെറ്റി അകന്നു പോകുമ്പോഴും നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു മുഖം മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. ഈശോയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയ പിതാവായ ദൈവമാണത്.
അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് കൂടുതൽ നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റുള്ളവരിൽ ആശ്രയിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഫലം നിരാശയായിരിക്കും എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് സ്വന്തം കഴിവിൽ ആശ്രയിച്ച്, സ്വന്തം സമ്പത്തിൽ, കഴിവിൽ, സ്വാധീനത്തിൽ, അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളൊക്കെ ആശ്രയിച്ച് ഇത് മതി, ഇതൊക്കെ ഇപ്പോൾ ദൈവത്തെ വിളിച്ചില്ലെങ്കിലും, ദൈവത്തെ ഓർത്തില്ലെങ്കിലും, ദൈവികമായ വഴികളിലൂടെ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ് ഈ നിരാശയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരെ ദൈവം ഓർക്കും എന്നുള്ളതാണ് വചനം നമുക്ക് തരുന്ന ഉറപ്പ്. അപ്പം ആരെല്ലാം മറന്നാലും, പ്രതീക്ഷിച്ചവർ മാറിപ്പോയാലും നമ്മെ ഓർക്കുക മാത്രമല്ല, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷകൾ നൽകുന്ന ദൈവം. ധനികനെന്നോ ദരിദ്രനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ അല്ലെങ്കിൽ ഭേദമില്ലാതെ കാണുന്ന ദൈവം. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ദൈവഭക്തി ഉണ്ടാകണം, ദൈവത്തിൽ ആശ്രയിക്കണം. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, യു ആർ എവറിതിങ് ഫോർ അസ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ദൈവം നമ്മളെ മറക്കില്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവം, നമുക്കറിയാലോ, പ്രാർത്ഥിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഏത് രീതിയിലുള്ള റെസ്പോൺസ് തരണം, എപ്പോൾ റെസ്പോൺസ് തരണം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തരണോ, നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ റെസ്പോൺസ് തരണോ, അത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമുണ്ട്, പ്രാർത്ഥിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പ്രാർത്ഥന കേൾക്കണമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്നൊരു കുടുംബമാണ് സക്രിയാസും എലിസബത്തും. അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി, മാനുഷികമായി അസാധ്യമായ കാര്യം അവർക്ക് ദൈവം യഥാസമയത്ത് ചെയ്തു കൊടുത്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ദൈവഭക്തി ഉണ്ടാകണം, ദൈവത്തിൽ ആശ്രയിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവം ഒരിക്കലും അങ്ങനെയുള്ളവരെ മറക്കില്ല. ദൈവം അവരെ മനസ്സിൽ കൊണ്ടു നടന്ന് യഥാസമയം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതിൻ്റെ ചിന്തയാണത്. ഞാൻ ഓർക്കുകയാണ്, നമുക്കറിയാലോ, ലോക പ്രശസ്തനായിട്ടുള്ള ഒരു പ്രഘോഷകനാണ് ബില്ലി ഗ്രഹാം. അദ്ദേഹം മരിച്ചുപോയി അടുത്ത്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ഹോപ്പ് ഫോർ ഈച്ച് ഡേ. ഓരോ ദിവസത്തിനുമുള്ള പ്രത്യാശ. അതാണ് ആ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷൻ. ഹോപ്പ് ഫോർ ഈച്ച് ഡേ, ഓരോ ദിവസത്തിനുള്ള പ്രത്യാശ. അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അദ്ദേഹം എഴുതിയതിൽ. അതായത് 2ാം ലോകമഹായുദ്ധ കാലത്ത് പസഫിക് സമുദ്രത്തിലൂടെ യുദ്ധക്കപ്പൽ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് കപ്പലിൻ്റെ ഇന്ധനവും കപ്പലിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും തീർന്നുപോയി. അങ്ങനെ തീർന്നു പോയ അവസരത്തിൽ ആ കപ്പലിൻ്റെ ക്യാപ്റ്റനായിരുന്ന റിക്കൻ ബേക്കറും സമൂഹവും കൂടെ ഉണ്ടായിരുന്നവരും അവർ വിശ്വാസപൂരിതമായ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇന്ധനം തീർന്നിരിക്കുന്നു, അതുപോലെ തന്നെ ഭക്ഷണം തീർന്നിരിക്കുന്നു, എന്ത് ചെയ്യും? അവർ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. അതിനെക്കുറിച്ച് പറയാണ്, ഈ ബക്കറിൻ്റെ സാക്ഷ്യമനുസരിച്ച് ഈ ബില്ലി ഗ്രഹാം എഴുതി വച്ചിരിക്കുകയാണ്, അങ്ങനെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച ബക്കറിനും സമൂഹത്തിന് എന്ത് ലഭിച്ചെന്നറിയാമോ? ഒരു പക്ഷി അവരുടെ മുമ്പിൽ, ഒരു കടൽ പക്ഷി റിക്കൻ്റെ ഈ ക്യാപ്റ്റൻ്റെ ചുമലിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഈ റിക്കൻ്റെ ചുമലിൽ വന്നിരുന്നു കടൽ പക്ഷി. ആ പക്ഷി പറന്നു പോയില്ല, അവരുടെ അവിടുത്തെ ആ ചുമലിൽ തന്നെ അള്ളി പിടിച്ചിരുന്നു. അവരെന്ത് ചെയ്തു? ആ പക്ഷിയെ പിടിച്ച് കറി ഉണ്ടാക്കി അവർ ഭക്ഷണം കഴിച്ചു എന്നാണ് ഈ ഹോപ്പ് ഫോർ ദ ഡേ എന്നുള്ള പുസ്തകത്തിൽ ഈ റിക്കൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ബില്ലി ഗ്രഹാം എഴുതി വച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് ആശ്രയിക്കുകയും ചെയ്താൽ ഒരു സാഹചര്യത്തിലും ദൈവം നമ്മളെ ഓർക്കാതിരിക്കില്ല, ദൈവം നമ്മളെ മറക്കില്ല എന്നുള്ളതിൻ്റെ അനുഭവമാണിത്. ഇതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ഇത് റിക്കൻ്റെ അനുഭവം മാത്രമല്ല, ബില്ലി ഗ്രഹാമിൻ്റെ അനുഭവം മാത്രമല്ല, സക്രിയാസിൻ്റെ എലിസബത്തിൻ്റെ മാത്രമല്ല. വചനം പരിശോധിക്കുകയാണെങ്കിൽ ഈ വചനത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഈ യാഥാർത്ഥ്യമാണ്. ഒന്ന് നമുക്കറിയാലോ, ദൈവഭക്തിയിലും ആശ്രയബോധത്തിലും കഴിഞ്ഞിരുന്ന നോഹിനെയും കുടുംബത്തെയും പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു ദൈവം. പ്രളയം ഉണ്ടായപ്പോൾ ആദ്യം ആരംഭത്തിൽ, സൃഷ്ടിയുടെ ആരംഭത്തിൽ നമുക്കറിയാലോ, ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നോഹിനെ എങ്ങനെയാണ് ദൈവം പ്രളയത്തിൽ നോഹിനെ കുടുംബത്തെ, നീതിമാനായ നോഹ് എന്നാണ് പറയുന്നത്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റു പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ചൊല്ലുന്നതാണത്. നീതിമാനായ നോഹ്. ഒരുപാട് പാപങ്ങളിലൂടെ ദുഷ്ടതകളിലൂടെ പോയിരുന്ന മനുഷ്യർ, പക്ഷെ ആ കൂട്ടത്തിൽ ഒരു നീതിമാനുണ്ടായിരുന്നു.
ആ നീതിമാനായ നോഹിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ ദൈവം ആഗ്രഹിച്ചു. ദൈവം അവർ കൂടെ നിന്നു എന്നുള്ളതാണ്. തൻ്റെ കൂടെ നിന്ന് നോഹിനെയും കുടുംബത്തെയും ദൈവം ഒരിക്കലും കൈവിട്ടില്ല. ദൈവം അവരെ സംരക്ഷിച്ചു. നോഹിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവഭക്തിയിൽ വളരുകയും ദൈവമാണ് സർവസ്വം എന്നുള്ള രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തികളെ ദൈവം ഒരിക്കലും മറക്കില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ നോഹിൻ്റെ അനുഭവം. രണ്ടാമത് നമ്മൾ കാണുന്നത് അബ്രാഹത്തിൻ്റെയും സാറായുടെയും വാർദ്ധക്യത്തിൽ ജനിക്കുന്ന പുത്രനാണ്. ഇതുപോലെ തന്നെ സക്രിയാസിൻ്റെ എലിസബത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അബ്രാഹവും സാറായും മക്കളില്ലാതെ അങ്ങനെ മാനസികമായി വിഷമിച്ചിരുന്ന ഒരു ദമ്പതികളാണ്. നമുക്കറിയാലോ, യഹൂദ പശ്ചാത്തലത്തിൽ മക്കളുണ്ടാകാതിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ശാപം പോലെ കണ്ടിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ആ രീതി ജീവിച്ചു. പക്ഷേ അബ്രാഹവും സാറയും ഇതിൻ്റെയൊക്കെ പേരിൽ ഒരിക്കലും ദൈവത്തെ തള്ളിയില്ല, ദൈവത്തെ തള്ളി പറഞ്ഞില്ല, ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിപ്പോയില്ല. അവർ ദൈവത്തോട് കൂടി നടന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടെ തന്നെ നടന്നു പോയപ്പോൾ യഥാസമയത്ത് ദൈവം അവരിൽ ഇടപെടുകയാണ്. അങ്ങനെ അവർക്ക് മാനുഷികമായ സാധ്യതയില്ലാത്ത കാലഘട്ടത്തിൽ ഒരു പുത്രനെ നൽകി അവരെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവം മറക്കാത്തൊരു കുടുംബം, ദൈവം ഒരിക്കലും മറക്കാൻ താല്പര്യം കാണിക്കാതിരുന്ന ഒരു കുടുംബം അബ്രാഹവും സാറായും വാർദ്ധക്യത്തിൽ മാനുഷികതയ്ക്ക് അപ്പുറത്ത് പുത്രന് ലഭിക്കുന്ന ഒരു കുടുംബം. മൂന്നാമത് നമ്മൾ കാണുന്നത് സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ട ജോസഫിനെ ദൈവം എങ്ങനെയാണ് ഉയർത്തിയത്. ജോസഫ് ഒരു ദുഷ്ടതയ്ക്കും അടിമയാകാതെ പാപം ചെയ്യാതെ ദൈവികമായ വഴികളിലൂടെ നടന്ന് തൻ്റെ പിതാവും തൻ്റെ സഹോദരന്മാരൊക്കെ തന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയപ്പോൾ പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ട ജോസഫ് വലിയ മനുഷ്യനായിട്ട് മാറി, ഈജിപ്തിൻ്റെ മുഴുവൻ അധിപനായിട്ട് മാറി. ദൈവം കൂടെ നിന്ന് അവനെ സംരക്ഷിച്ച് വളർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ജനതയുടെ കരച്ചിൽ കേട്ട് ആ ജനതയെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മോശയെ പറഞ്ഞു വിട്ട ദൈവം. അവിടെയും നമ്മൾ കാണുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തെ വിളിച്ച് കരയുന്ന മനുഷ്യരുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവമാണ്. അപ്പോൾ മനുഷ്യരെ ഓർക്കുന്ന ദൈവം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് സാമുവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ഹന്നായുടെ കരച്ചിൽ, മക്കളില്ലാതെ കരയുന്ന ഹന്ന. ആ കരച്ചിൽ കേട്ടിട്ടും സാമുവേൽ പ്രവാചകനെ ദൈവം കൊടുക്കുന്നത് ദൈവം ഹന്നായെയും ഭർത്താവിനെയും ഓർത്തതുകൊണ്ടാണ്. പിന്നെ നമുക്കറിയാലോ, വളരെ വലിയൊരു സാഹസികമായിട്ടുള്ള രംഗമാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ സിംഹത്തിന് ഇരയായിട്ട് എറിയപ്പെട്ട ദാനിയേൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ദാനിയേലിൻ്റെ എല്ലുകൾ പെറുക്കാൻ വേണ്ടി കടന്നു വന്ന ആ രാജ്യത്തിൻ്റെ രാജാവ് ദാനിയേലിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അവിടെ 7 സിംഹങ്ങളുടെ ഇടയിൽ കിടക്കുന്നത് കണ്ടിട്ട് പറയാണ്, ദാനിയേലേ, നിന്റെ ദൈവമാണ് സാക്ഷാൽ ദൈവം, നിന്റെ ദൈവം വലിയ ദൈവമാണ്, സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞ് ദാനിയേലിനെ പുകഴ്ത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, സ്തുതിക്കുന്നതായിട്ട്, ആ ദാനിയേലിൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 7 സിംഹങ്ങൾ കിടന്ന കൂട്ടിൽ ഒരാഴ്ച കിടന്നിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ ദാനിയേലിനെ സംരക്ഷിച്ച ആ ദൈവം, അവിടെയാണ് ദാനിയേലിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്കറിയാലോ, അഗ്നിയിലെറിയപ്പെട്ട 3 ബാലന്മാരുടെ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം, അഗ്നിയിലെറിയപ്പെട്ട 3 ബാലന്മാർ, അവരുടെ കീർത്തനം നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. 3-ാമത്തെ അധ്യായം തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ദൈവം കൂടെയുണ്ട്. സാക്ഷാൽ ദൈവം അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ് സാക്ഷാൽ ദൈവമെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ ആ ബാലന്മാരെ കാത്ത് സംരക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ കാണും. അപ്പോൾ ദൈവം അവരെ ഓർക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ സക്രിയായുടെയും എലിസബത്തിൻ്റെയും കാര്യത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ദൈവഭക്തിയിൽ വളരുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ജനത്തെ ഒരിക്കലും മറക്കില്ല. ദൈവം ഓർക്കും, യഥാസമയം ഇടപെടും. ഓർക്ക മാത്രമല്ല, യഥാസമയം ഇടപെടും എന്നുള്ളതിൻ്റെ അടയാളമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സക്രിയ പറഞ്ഞു, സക്രിയയുടെ പേരിന് പറ്റുന്ന രീതിയിൽ ദൈവം അനുസ്മരിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ കാണുന്നത് എന്താണ്? ഏലീശ പറയാണ്, എൻ്റെ ദൈവമാണ് സൗഭാഗ്യം,
ഏലീശ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. എൻ്റെ ദൈവമാണ് സൗഭാഗ്യം, സമൃദ്ധി, ദൈവമായിരിക്കണം എൻ്റെ സർവസ്വവും. അപ്പോൾ ബൈബിളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇതുപോലെ പലതുണ്ട്. പക്ഷേ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ദൈവം ഓർക്കുന്ന മനുഷ്യർ, ദൈവത്തോടുകൂടി നടക്കുന്നവരെ മറക്കാതെ ദൈവം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഓർക്ക മാത്രമല്ല, ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഓർത്തുകൊണ്ടിരുന്ന് പിന്നെ യഥാസമയം പ്രവർത്തിക്കുന്ന ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇത് തന്നെയല്ലേ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം ഫ്രാൻസിസ് അസീസി രണ്ടാം ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരുന്നു? എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വവുമേ, എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വവുമേ, മൈ ഗാഡ് മൈ ഓൾ. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന. അപ്പോൾ മുഴുവനായിട്ട് തമ്പുരാന് വിട്ടുകൊടുക്കുമ്പോൾ പിന്നെ തമ്പുരാൻ തൻ്റെ കൈകളിൽ അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ടുവരാം. വിശുദ്ധ ക്ലാര പുണ്യവതി ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് വലുതായ വിശുദ്ധിയായി തീർന്ന ക്ലാര നമുക്കറിയാം എന്താ പറഞ്ഞ്? ദൈവമാണ് എൻ്റെ ജന്മാവകാശം, ഹീസ് മൈ ഡൗറി എന്ന് പറയുന്നത്. എൻ്റെ ജന്മാവകാശം ദൈവമാണ് എന്ന് പറയാം. എല്ലാം ദൈവത്തിന് കൊടുത്ത് ദൈവത്തോട് ചേർന്നത്. വിശുദ്ധ തോമസ് അക്വിനാസ് നമുക്കറിയാമല്ലോ. സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളെ സ്വാധീനിച്ച 3 പേരുണ്ട്. ഒന്ന് അപ്പസ്തോല കാലഘട്ടം, അതാണ് പൗലോസ്ലീഹ. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഭയുടെ പ്രബോധനങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ ഫൗണ്ടേഷൻ ഇട്ടത്. അപ്പം അപ്പസ്തോലിക കാലഘട്ടത്തിലെ പൗലോസ്. സഭയുടെ ചരിത്രം പരിശോധിക്കും 3 മഹാന്മാരുണ്ട് നമുക്ക് അങ്ങനെ രീതിയിൽ. 3 കാലഘട്ട ഒരുപാട് പേരുണ്ട്, പക്ഷെ 3 കാലഘട്ടത്തിൽ പറ്റുന്ന രീതിയിലുള്ള മഹാന്മാർ. ഒന്ന് അപ്പസ്തോലിക കാലഘട്ടത്തിൽ, അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ പൗലോസ്ലീഹ. അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ സഭയുടെ ദൈവശാസ്ത്രത്തിന് പ്രധാനമായിട്ടും കല്ലിട്ട, അടിസ്ഥാനമിട്ട അപ്പസ്തോലൻ. അത് കഴിഞ്ഞ് സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, അതായത് 2-ാം നൂറ്റാണ്ട് മുതൽ പിന്നെ 7-ാം നൂറ്റാണ്ട് വരെയുള്ള സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് സെൻ്റ് അഗസ്റ്റിൻ. സഭാപിതാക്കന്മാരുടെ കാലഘട്ടം. അത് കഴിഞ്ഞ് മധ്യശതകത്തിലേക്ക് വരുമ്പോൾ, 2-ാം സഹസ്രാബ്ദത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള സഭാ പ്രബോധനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധവും അതുപോലെ തന്നെ ഒരു കൃത്യതയും കൊടുത്ത, പ്രിസിഷൻ കൊടുത്ത വലിയൊരു സഭയുടെ വേദപാരകനാണ് തോമസ് അക്വീനാസ്. ഈ തോമസ് അക്വീനാസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം നമുക്കറിയാലോ, സഭയെക്കുറിച്ച് ഒരുപാട് എഴുതി, കർത്താവിനെക്കുറിച്ച് ഒരുപാട് പ്രസംഗിച്ചു, എഴുതി, പഠിപ്പിച്ചു, ഇതൊക്കെ ചെയ്തു. അങ്ങനെ അതിനെക്കുറിച്ച് ജീവിതാസ്തമയത്തിൽ മരിക്കുന്നതിന് മുമ്പ് തോമസ് അക്വീനാസിന് ചില സംശയങ്ങൾ വരികയാണ്. ഞാൻ കൃത്യമായിട്ടൊക്കെ എഴുതിയോ? ഞാൻ എഴുതേണ്ടത് തന്നെയായിരുന്നു എഴുതിയത്? ഞാൻ പറയേണ്ടത് തന്നെയായിരുന്നു പറഞ്ഞത്? ഞാൻ പഠിപ്പിക്കേണ്ടത് തന്നെയായിരുന്നു പഠിപ്പിച്ചത്? എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പ്രാർത്ഥനാപൂർവ്വം ചിന്തിച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മറുപടി അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. നീ എന്നെക്കുറിച്ച് പറഞ്ഞതും എഴുതിയതും എനിക്കിഷ്ടമായി. നീ എന്നെക്കുറിച്ച് പറഞ്ഞതും എഴുതിയതൊക്കെ എനിക്കിഷ്ടമായി. പകരം നിനക്ക് എന്താ വേണ്ടത്? ഉടൻ തന്നെ വിശുദ്ധ പറഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. തമ്പുരാനെ, എനിക്കൊന്നും വേണ്ട, അങ്ങ് മാത്രം മതി. എനിക്കൊന്നും വേണ്ട, അങ്ങ് മാത്രം മതി. അപ്പോൾ ദൈവമാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വിചാരിച്ച് ദൈവഭക്തിയിലും ദൈവത്തെ വിളിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും പോകുന്ന ആൾ നോൺ ഇൻസീത്തെ ദോമിനെ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. നോൺ ഇൻസീത്തെ ദോമിനെ എന്ന് പറഞ്ഞാൽ ദൈവം നീ മാത്രം, കർത്താവേ നീ മാത്രം മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ടു സോളോസ്, ദൈവം മാത്രം മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പുണ്യാന്മാക്കൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നയിച്ച വഴി, വിശുദ്ധി പ്രാപിച്ചത് തമ്പുരാനിലേക്ക് നടന്ന വഴി നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഭാഗമാകണം. നമുക്കറിയാലോ, ഈ നമ്മുടെ സഭയിൽ 4 പേരാണ് വനിതകൾ വേദപാരകരായിട്ടുള്ളത്. അതിലേറ്റവും ആദ്യം സഭാവേദപാരകതയായ ഡോക്ടേഴ്സ് ഓഫ് ദി ചർച്ച് 2 പേരാണ്. അമ്മ ത്രേസ്യ, സ്പെയിനിലുള്ള ആവിലായിലെ അമ്മ ത്രേസ്യയും അതുപോലെ തന്നെ കാതറിൻ ഓഫ് സിയന്നയിലെ വിശുദ്ധ കാതറിനും. ഒരേ ദിവസം നിന്നാണ് അവർ സഭയുടെ വേദപാരകരായി മാറിയത്. പിന്നെ കൊച്ചു ത്രേസ്യയുണ്ട്, പിന്നെ അടുത്ത കാലത്ത് വേറെ ആളും കൂടി, അങ്ങനെ 4 പേരായിട്ടുള്ളൂ. ഈ അമ്മ ത്രേസ്യ ഒരുപാട് കർത്താവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, സഭയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം ആൾ പറയാണ്, എന്തൊക്കെ എഴുതിയാലും നിന്റെ സമാധാനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്നും നിന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ. അതാണ് അമ്മ ത്രേസ്യയുടെ നമുക്കുള്ള ഉപദേശം എന്ന് പറയുന്നത്. എന്നിട്ട് അമ്മ ത്രേസ്യ പറയാണ്, എല്ലാം കടന്നു പോകുന്നു, ദൈവത്തിന് മാത്രം മാറ്റമില്ല. എല്ലാം കടന്നു പോകും, ദൈവത്തിന് മാത്രം മാറ്റമില്ല.
അതുകൊണ്ടാണ് നമ്മൾ ആരംഭത്തിൽ പറഞ്ഞത്, നമ്മൾ ഒരുപാട് പേര് നമ്മളെ ഓർക്കും, ഒരുപാട് പേര് നമ്മളെക്കുറിച്ച് പറയും, ഒരുപാട് പേര് നമ്മളെ കാണും, ഫോൺ വിളിക്കും, ചിലപ്പോൾ നമ്മളെ സഹായിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ പരിമിതമാണ്. പക്ഷേ ഒരാൾ മാത്രമേ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുകയുള്ളൂ, അത് ദൈവമാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനസ്സിലാക്കിയ അമ്മ ത്രേസ്യ പറയാണ്, എല്ലാം കടന്നു പോകും. നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരി സഹോദരന്മാരും നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവുകളും നമ്മുടെ ജീവിത സൗകര്യങ്ങളും എല്ലാം കടന്നു പോകും, എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. പക്ഷേ ആരാണ് കടന്നു പോകാത്തത്? ഒരാൾ മാത്രമേ ഉള്ളൂ, ദൈവം മാത്രം. ദൈവത്തിന് മാത്രം മാറ്റമില്ല. ആ ദൈവം നമ്മുടെ സ്വന്തമാണ്. ആ ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത്, ഗോഡ് നെവർ ചേഞ്ചസ്, ഹി ഹു പൊസസസ് ഗോഡ് ലാസ് നത്തിങ്. ദൈവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറയുക. ഗോഡ് അലോൺ സഫൈസസ്. നമുക്ക് ദൈവം മാത്രം മതി എന്നുള്ള ചിന്ത. അതുകൊണ്ടാണ് പൗലോസ്ലീഹായോട് കർത്താവ് പറഞ്ഞത്, തൻ്റെ ജീവിതത്തിലെ തന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന മുറിവുകൾ, ആ വേദന മാറ്റിയെടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ പൗലോസ്ലീഹായോട് കർത്താവ് പറഞ്ഞില്ലേ, നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. കൊരിന്ത്യക്കാർക്കുള്ള 2-ാമത്തെ ലേഖനത്തിൽ 12:9 നമ്മൾ കാണുന്നുണ്ട്, നിനക്ക് എൻ്റെ കൃപ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. നിനക്ക് എൻ്റെ കൃപയുണ്ടെങ്കിൽ ബാക്കി എല്ലാറ്റിനെയും മാറ്റിക്കളയാനുള്ള കഴിവ് നിനക്ക് ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു രീതിയിൽ ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ നേടാൻ ശ്രമിച്ചാലും ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമാകും. പക്ഷെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നമ്മളെ തള്ളി പറഞ്ഞാലും നല്ല ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവമാണ് ആശ്രയം, ദൈവം കൂടാതെ ഞങ്ങൾക്കൊന്നും നേടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് നമ്മളോട് പറയാനുള്ളത്, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, ദർ ഷുഡ് ബി സഫിഷ്യൻറ്റ് ടൈം ആൻഡ് സ്പേസ് ഫോർ ഗാഡ്. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ദൈവത്തെക്കുറിച്ച് പറയാൻ, ദൈവികമായ വഴികളിലൂടെ നടക്കാൻ, ദൈവം തരുന്ന വഴിയിൽ വന്നിരുന്ന് വചനം കേൾക്കാൻ, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ, യോഗ്യതയോടുകൂടി കൂദാശകൾ സ്വീകരിക്കാൻ, അതുപോലെ തന്നെ ദൈവം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവരാകാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ദർ ഷുഡ് ബി സഫിഷ്യൻറ്റ് സ്പേസ് ആൻഡ് ടൈം ഫോർ ഗാഡ്. ദൈവത്തിന് മതിയായ സമയവും മതിയായ ഇടവും നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. ദൈവത്തെ ഗൗരവത്തിലെടുക്കണം. ദൈവത്തെ ഗൗരവത്തിലെടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവപ്രമാണങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവപ്രമാണങ്ങളെ ലംഘിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് ഒരു സമ്പാദ്യവും വേണ്ട, ഒരു ജീവിതവും വേണ്ട, ഒരു സമാധാനവും വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അപ്പോൾ ദൈവം നിങ്ങളെയും ചേർത്ത് പിടിക്കും. ഇതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചിന്തകളും ആഗ്രഹങ്ങളും. നല്ല ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നല്ല വിശ്വസ്തതയുള്ള ദൈവമക്കളും കൂറുള്ള സഭാമക്കളും സ്നേഹമുള്ള മനുഷ്യസ്നേഹികളുമായി തീരാൻ നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് സഭയോടും സഭാമക്കളോടും ചേർന്ന് മുന്നോട്ട് പോകാം. നല്ല ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.